ഹലോ. അപ്പോൾ സുഹൃത്തുക്കളെ, ഷൂട്ട് കഴിഞ്ഞിരിക്കുകയാണ്. 24 hours ആയിട്ടാ. അപ്പോൾ ഇന്നലെ രാവിലെ വന്നതാണ്. പിറ്റേ ദിവസം ഇന്ന് രാവിലെ അതെ എല്ലാവരും കഴിഞ്ഞ് ഷൂട്ട് ഫുള്ള് സെറ്റ് ചെയ്ത് എല്ലാവരും റൂമിലോട്ട് പോവുകയാണ്. റൂമിൽ പോയിട്ട് വീട്ടിൽ പോകുന്ന കാര്യം തീരുമാനിക്കും. ആദ്യം റൂമിലോട്ട് പോട്ടെ. അതെ 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 യെസ് യെസ്. ആശാൻ എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് പറയാനുണ്ട്, പ്രിയമുള്ള ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ 23 hours അല്ലേ? 24 hours ഡ്യൂട്ടി. 24 hours അല്ല, 8 to 8 ആകുമ്പോ അത്രേ 26 hours കണ്ടിന്യൂസ് ഞങ്ങൾ നിന്ന് പണിയെടുത്ത് ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. പക്ഷെ ഹാപ്പിയാണ്, അടിപൊളിയായിരുന്നു. അല്ല, ഇവനെ കൊന്നോ? അതെന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബിഗ് സ്ക്രീനിൽ കാണാം. ഓക്കെ. എടാ ഇന്നലെ പാട്ടിട്ടിട്ട് ഇയാൾ ഡാൻസ് കളിച്ചടാ വണ്ടി രാത്രി. സൗച്ച നമ്മൾ പോവേണേ. ബെല്ലടിച്ചു, ഡോറിൽ മുട്ടി. നല്ല ഉറക്കത്തിലാണെന്നറിയാം. നമ്മൾ ഇറങ്ങുവാണേ. ടാറ്റ, അടുത്ത ഉറക്കിന് കാണാം. ഐ. അപ്പോൾ സുഹൃത്തുക്കളെ, ഞങ്ങൾ ഇവിടുത്തെ ഷൂട്ട് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് യാത്രയാവുകയാണ്. നമ്മളതാ ഇപ്പോൾ ഇത്ര വരെയുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം റൂമിലാണ്. സംഭവം എന്ന് വെച്ചാൽ നമുക്ക് പറഞ്ഞല്ലോ, ഇന്നലെ രാവിലെ നമ്മൾ ഷൂട്ട് തുടങ്ങിയതാണ്. അപ്പോൾ ഇന്ന് രാവിലെ വരെ ഉണ്ടായിരുന്നു. 24 hours ഉണ്ടായിരുന്നു. അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഫുള്ള് ഫൈറ്റ് ഷൂട്ട് കഴിഞ്ഞ് ഇനി ബാക്കി സ്ക്രീനിൽ കാണാം. ഞാൻ അവിടുത്തെ ബാക്കിയുള്ള വീഡിയോസൊന്നും എടുത്തിട്ടില്ല. മുമ്പത്തെ പോലെ ലൊക്കേഷനിൽ വേറെ ഒരു വീഡിയോസും എടുത്തിട്ടില്ല. നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെയെന്ന് വെച്ചാൽ ഇനി നമ്മളെ യാത്രാ വീഡിയോസാണ് ഇതിലുണ്ടാവുക, ഇതിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഓക്കെ, ഇനി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ട്രെയിൻ കയറി ഇറങ്ങാണ് പോകണം കേട്ടോ. സംഭവം നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല അനുഭവിച്ചാണ് നമ്മൾ വന്നത്. അപ്പം തിരിച്ച് നമുക്ക് അതേ ട്രെയിനാണ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിലെന്തായാലും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ വേറെ നമ്മൾ ഷൊർണൂർ ഇറങ്ങി അവിടെ നിന്ന് നല്ല രീതിക്ക് പോകാനായിട്ടുള്ള ട്രെയിനിൽ ആണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ, നമുക്ക് വഴിയെ കാണാം. നമ്മളിപ്പോഴേ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് നമ്മളെല്ലാവരും കൂടെ പോവുകയാണ്. സംഭവം അതിനു മുമ്പ് നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് നമ്മളിവിടെ ഒരു ചെറിയൊരു വഴിയോര കടകളൊക്കെ കണ്ടായിരുന്നല്ലോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് അറിയാൻ വയ്യ. കുറച്ച് നമ്മുടെ ഈ പോലത്തെ ദണ്ട ഘടവളയും മറ്റുള്ള കുറച്ച് ആണുങ്ങൾ ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങളൊക്കെ ഉള്ള ഒരു വഴിയോര കച്ചവടം. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പ്ലാൻ ഉണ്ടായിരുന്നു. പോയി നോക്കണം. നമ്മൾ വണ്ടിയിൽ പോയ സമയത്താണ് അത് നോക്കിയിരുന്നത്. നമ്മൾ ഹോട്ടലിൽ കയറിയിട്ടോ. എവിടെ പോരെ? ഇങ്ങോട്ട് പോടാ. ബാ, കഴിക്കാൻ സ്ഥലമുണ്ട്. എവിടെ അണ്ണാ? എങ്കെ അണ്ണാ എങ്കെ ആ 5 പേര്. ഫുഡ് കഴിക്കാനായിട്ട് നമ്മളൊരു ഹോട്ടലിൽ കയറിയിട്ടാ. നമ്മൾ ആദ്യം ഒരു ചെറിയൊരു ഹോട്ടലിൽ കയറി. പക്ഷേ അവിടെ നമുക്ക് എല്ലാവർക്കും ഇരിക്കാനുള്ള സ്ഥലമില്ലായിരുന്നു. പിന്നെ നമ്മൾ വേറെ ഒത്തിരി സൗകര്യമുള്ള ഒരു വലിയൊരു ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു. എന്തിനാണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടില്ല. എന്തൊക്കെയുണ്ട് ഹന? ഓക്കെ, അപ്പോൾ ആൾ വരട്ടെ. കോഫി പറയാം. കോഫിയോ ചായയോ എന്താണെന്ന് വെച്ചാൽ രണ്ട് മസാല ദോശ, ഒരു പ്ലെയിൻ ദോശ, ഒരു കോഫി. നല്ല പൂരിയായിരുന്നു കേട്ടോ. നല്ല അടിപൊളി പൂരി. മസാല ദോശ കണ്ടിട്ട് കൊതിയാവുന്നുണ്ട്. പക്ഷേ എനിക്ക് മസാല ദോശ തിന്നാൻ എനിക്ക് യാത്ര ചെയ്യുന്ന സമയത്ത്
തലകറക്കവും കാര്യങ്ങളും ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി. അതുകൊണ്ട് മസാല ദോശ ഒഴിവാക്കണം. അപ്പം ഒരു സെറ്റ് പൂരിയും കൂടെ പറഞ്ഞിട്ടുണ്ട്. നല്ല പൂരി കേട്ടോ. എങ്ങനെയുണ്ട് പൂരി കഴിച്ചിട്ട്? സൂപ്പറിൻ്റെ പൂരി അല്ലേ? പ്ലെയിൻ ദോശയാണ്. എനിക്ക് 2 പൂരി കഴിച്ചപ്പോഴേ എനിക്ക് വയറ് വെച്ചു കേട്ടോ. പക്ഷെ എൻ്റെ സുഹൃത്തുക്കൾ വീണ്ടും ചുമ്മാതെ ഓർഡർ ചെയ്തേ ഇപ്പോൾ വരും സാധനം. 5 പൂരി ഓർഡർ ചെയ്തു. എൻ്റെ പ്ലേറ്റ് പോലും ഇല്ല. ചുമ്മാ പ്ലേറ്റ് ഒന്നും ഇല്ലാത്തതൊന്നുമല്ല, പുള്ളിയാണ് വീണ്ടും 5 എണ്ണം ഓർഡർ ചെയ്തത്. ഈ ശരീരം കണ്ടിട്ട് തോന്നുന്നു അല്ലേ? ഞാൻ 5 എണ്ണം. ഈ അടിയാവോ തമ്പനയിലിടാം ചേട്ടാ. അപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞു കേട്ടോ. ഞാൻ പിന്നെ ഒരു സെറ്റ് പൂരി ഞാൻ മേടിച്ചായിരുന്നു. നമ്മളെല്ലാവരും കഴിച്ചെണീച്ച് ഇനി പെട്ടെന്ന് റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. അവിടെ ഞാൻ പറഞ്ഞൊരു 2 ട്രെയിൻ കയറിയാണ് പോകുന്നത്. അപ്പോൾ ഇനി നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകണം. അതിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഒരു ഷോപ്പുണ്ട്. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ, ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. 775 രൂപ ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇതെൻ്റെ കൈ കിടന്നിട്ട് എങ്ങനെയുണ്ട്? ഇത്രയും വേണോ? ഇത്രയും വേണം. വേണോന്ന്? കുറച്ച് വലുത് വേണം. അത് നമ്മുടെ സിംഗുമാരില്ലേ, സിംഗുമാര് അവർ ഈ സാധനം ഇടുന്നു. അന്നൊരു സിംഗിനെ കണ്ടു. അങ്ങനെ ഇത്തിരി ചെറുതാണ്. ഈ വയസ്സ് അങ്ങനെ ഉണ്ടായിരുന്നു. ഇത് എന്നെ കൈ പറ്റത്തില്ല. ഇതിൻ്റെ വെയിറ്റ് അത് ഊരാൻ പറ്റൂല. ഇതാകുമ്പോൾ എനിക്ക് ഊരാനും ഇടാനും പറ്റും. വലുതുണ്ട് സാർ, പെട്ടെന്ന് ഊരാം. മയിരി കയറ്റി കൊടുക്കാൻ പറ്റും. മറ്റേത് പറ്റത്തില്ല. അല്ല ഇത് ഈ എടുത്തോ? ഗോപ്രോ എടുത്തപ്പോൾ തരി പറയുന്നു. എടാ എനിക്കൊരു വേറെ ആരെ കൂടെ സജസ്റ്റ് ചെയ്ത് തരാമോ? വീഡിയോ എടുത്തു. ഓക്കെ, எவ்வளோ வச்சு? உங்களுக்கு ஒரு 240 ஒரு 140 380 ரூபா ஆச்சு உங்களுக்கு. 380. ഓക്കെ, എനിക്ക് ഞാനൊരു മാലയും ഒരു വളയുണ്ട്. അപ്പം 180 രൂപയായി. എടാ ഓട്ടോ ചോദിക്കാം. ഓട്ടോൻ്റെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി വീഡിയോ എടുത്തോണേ. ഇറങ്ങിക്കോ. ഇതാ വേഗം. എടാ ഇതായിരുന്നാ വേഗം നിന്റെ അല്ലേ? നമ്മളവിടെ നിന്ന് 4 കിലോമീറ്റർ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ 5 പേരുണ്ടായിരുന്നു. ചേട്ടാ 200 രൂപ. 200 എല്ലാം എടുത്താ? ഓക്കെ, ഓ എടാ ഈ സ്ഥലത്ത് തന്നെയാണോ നമ്മൾ ഇറങ്ങി? കൊയിലാണ്ടി. അതിൻ്റെ ഫ്രണ്ടിൽ പോവാം. കോയമ്പത്തൂർ. എവിടെ എഴുതിയിട്ടുണ്ട്? ഞാൻ അതിലേക്ക് ഇറങ്ങിയത്. ഞാൻ ട്രെയിനിൻ്റെ വീഡിയോ എടുക്കാൻ പോയപ്പോഴേ അവന്മാർ എന്നെ ഇട്ടിട്ട് ഒറ്റയ്ക്ക് പോകണം. അപ്പോൾ എവിടെ അവനെവിടെ? നിൽക്കണം അവിടെ. അജയ് എവിടെ? അജയ് എവിടെ? അജയ് ഒരബദ്ധം പറ്റിയേട്ടാ. നമ്മൾ വളരെ സന്തോഷത്തിലും വലിയ കാര്യമായിട്ടൊക്കെ വന്നാണ്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഓട്ടോയ്ക്ക് പൈസ കൊടുത്ത് ഇറങ്ങിയപ്പോഴേ ഓട്ടോ പോയതിനു ശേഷമാണ് നമ്മൾ അറിയുന്നത് നമ്മുടെ അജയുടെ ബാഗ് ഓട്ടോയിലായിപ്പോയി. അങ്ങനെ ഓട്ടോ പോവുകയും ചെയ്ത്
അങ്ങനെ അജയും നമ്മുടെ കൂടെയുള്ള അൻവറും കൂടി ഇവിടെ നിന്ന് വേറെ ഓട്ടോയിൽ കയറി ആ ഓട്ടോ സ്റ്റാൻഡിലോട്ട് പോയിട്ടുണ്ട്. എൻ്റെ ബാഗ് അതിൽ മിസ്സായി പോയി കേട്ടോ. അതെടുക്കാനായിട്ട് പോയിരിക്കുകയാണ്. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് കയറിയിൽ നമ്മൾ പുറത്തുതന്നെ നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ അവർ വന്നിട്ട് നമ്മളെന്തായാലും ടിക്കറ്റ് എടുക്കുന്നുള്ളൂ. നോക്കട്ടെ അവൻ്റെ ബാഗ് കിട്ടുമല്ലോ നോക്കട്ടെ കേട്ടോ. വല്ലാത്ത കഷ്ടമായിപ്പോയി. നമ്മൾ നല്ലപോലെ വരുമായിരുന്നു. ഇപ്പോൾ പുള്ളി വിളിച്ചിരുന്നു കേട്ടോ. സാധനം കിട്ടിയിട്ടുണ്ട്. അവരിപ്പോൾ അവിടെ നിന്ന് വരുവാണ്. എന്ത് പറയാനാ, പിള്ളേർ വന്നു കേട്ടാ ബാഗുമായിട്ട്. എടാ അവിടെ വരെ പോയില്ലല്ലോ. അങ്ങനെ പോയാ സ്റ്റാൻഡിൽ പോയാ? ഞാൻ ഒറ്റക്കാരെ കിട്ടത്തില്ലായിരുന്നു. എന്തുപറ്റി? അവിടെ പോയപ്പോഴേ വിഷയ അല്ല വിഷയമൊന്നുമില്ല. കാര്യം പറഞ്ഞു. അവര് പറഞ്ഞു ഇവിടെ 3 ഓട്ടം ഉണ്ട് നോക്കാൻ പറഞ്ഞു. ഞാൻ 3 ഓട്ടം നോക്കി, അതിൽ ആളില്ല. അപ്പൊ ഞാൻ തിരിച്ചു പോകാന്ന് വെച്ചപ്പോഴത്തേക്ക് ഒരുത്ത ഓടി വരുന്നു. ആരാ? അൻവർ. അൻവർ ഓടിച്ചിട്ട് പിടിച്ച് നമ്മള് ബാഗ് കയറ്റി വിടുന്നുണ്ട്. ബാഗ് കൂടെ വരും. ബാഗ് പോയി പറഞ്ഞപ്പോ അത് ഇനി ടിക്കറ്റ് എടുക്കണം. ഇവിടുത്തെ സംഭവം ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. നമുക്ക് ഒരു പിടിയും കിട്ടത്തില്ല. എവിടെയൊക്കെയാണ് ടിക്കറ്റ് കൗണ്ടർ, നമ്മുടെ പ്ലാറ്റ്ഫോമൊക്കെ കണ്ടുപിടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇവിടെ ഫസ്റ്റ് നമ്മൾ ഇറങ്ങി വന്നിട്ട് ആദ്യം ഒന്ന് അറച്ച്, പക്ഷേ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് അറിയത്തില്ല. ഇവിടുത്തെ എന്താണ് ഇവിടെ യാത്ര ചെയ്യുന്നവർക്കൊക്കെ അറിയാൻ പറ്റും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. ഓക്കേ, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര വിഷയമാണ് കേട്ടോ. പ്ലാറ്റ്ഫോമൊക്കെ കണ്ടുപിടിക്കാൻ ഭയങ്കര വിഷയം. നമ്മൾ പ്ലാറ്റ്ഫോം 3-ലാണ് നമ്മൾ ട്രെയിൻ വന്നുകൊണ്ടിരുന്നല്ല വരുന്നത്. നമ്മളിതിന് മേളിൽ കൂടെ കയറിപ്പോയി. അപ്പം നമ്മളെപ്പോലെ കടവുളെപ്പോലെ കാത്തുകൊണ്ട് ഒരാൾ വന്നിട്ട് പറഞ്ഞ് അനിയാ നിൽ. രാവിലെ അൻവറാണ് കടവുള്ളൂ. അതെ, അടുത്ത കടവുള്ളൂ. അനിയാ നിൽ. 3-ാമത്തെ പ്ലാറ്റ്ഫോം കീഴെ കൂടെ പോകണം. നമ്മൾ ഇതിൻ്റെ അണ്ടർ പാസേജ് വഴി പോകണം കേട്ടോ. ഇതിൻ്റെ അടിയിൽ കൂടെ 3-4 പ്ലാറ്റ്ഫോം ഈ ഭാഗത്താണ് വരുന്നത്. കാണാൻ കഴിയുന്നുണ്ടോ അറിയത്തില്ല. എവിടെ ഇത് വഴിയാണ്. അതെ, അത് ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഒരു വിഷയങ്ങളുണ്ട്. വിഷയമാണ്. പക്ഷെ ഒന്നുമില്ല, നമുക്ക് ചോദിച്ചും പറഞ്ഞൊക്കെ പോകാന്നേ ഉള്ളൂ അല്ലേ. വിഷയമൊന്നുമില്ലല്ലേ. ചോദിച്ചു പോവാം. വായി കിടക്കുന്ന നാക്ക്. പിന്നെ ആദ്യമായിട്ട് വരുന്നതിൻ്റെ ഒരു പരിഭ്രമം. പക്ഷെ കൊള്ളാം കേട്ടാ. ദാടകം മെമു മെമു ദാടകം ദാണ്ട് മെമു. ഞാൻ പറഞ്ഞില്ലേ കാണും. മെമു കൂടെ ഉണ്ട് കേട്ടാ. പക്ഷേ ഇതാണ് മെമു. അതെ, എടാ പാലക്കാട് മെമു ആണ്. ഇയാൾക്ക് പാലക്കാട് ഇറങ്ങി കൂടെ ആയിരുന്ന. പിന്നെ ഇതാ വണ്ടി. പാലക്കാട് ഉണ്ട്. നമ്പർ 1988 നമ്മുടെ വണ്ടി. എന്നാ ശരി, ഇതാ വണ്ടി. ഷൊർണൂർ പോകണമെന്ന്. ഷൊർണൂർ ഇതല്ലേ ഇതാ വണ്ടി. അയ്യോ, ഈ അണ്ണനാണ് നമുക്ക് പ്ലാറ്റ്ഫോം കറക്റ്റായിട്ട് പറഞ്ഞത്. താങ്ക്സ് അണ്ണാ. കയറാ പിള്ളേരെ, പിന്നല്ലാതെ എവിടെ വേണമെങ്കിലും കയറി. പക്ഷെ ഇതിലൊരു കാര്യമുണ്ട്, മൂത്രം ഒഴിക്കാൻ സ്ഥലം. ചാർജിങ് സ്ലോട്ട് എവിടെയെങ്കിലും ഉണ്ടോ? ഇവിടെ ചാർജിങ് സ്ലോട്ട് ഉണ്ടോ നോക്കടാ. ഇല്ലടാ, മൂത്രപ്പുര ഇല്ലല്ല, ചാർജിങ് സ്ലോട്ട് ഇല്ല. എங்கே പോറേ? എങ്കെയാവത് ഉക്കാറടാ. ഇവൻ എവിടെ ഇരിക്കാതെ പോണു. ഇത് ലേഡീസ് കമ്പോർട്ടുണ്ട്. അപ്പം പോട്ട്. സോറി മാൻ, അംബ്രി സോറി. ഹലോ, അപ്പോൾ നമ്മുടെ മെമു ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ ഇറങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഷൊർണൂർ ജംഗ്ഷനിലാണ് കേട്ടോ. ഷൊർണൂർ ജംഗ്ഷനിൽ നമ്മുടെ മെമു എത്തുമ്പോൾ 2:30 ആവും കേട്ടോ. പക്ഷേ 2:35 നമുക്ക് അവിടെ നിന്ന് വേണാട് എക്സ്പ്രസ് ഉള്ളത്. ഈ 5 മിനിറ്റിനുള്ളിൽ ടിക്കറ്റ് എടുത്ത് കയറിയാൽ നമുക്ക് ഒരുവിധം താമസിക്കാതെ വീട്ടിലെത്താം. ഇല്ലെങ്കിൽ അടുത്ത വണ്ടിയിൽ കയറി പോകേണ്ടി വരും. അത് ഒത്തിരി താമസിക്കും കേട്ടോ. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. So bright, baila conmigo toda la
suena. Can you feel? Move your body, it's so real. Vuélvete loco, don't stop now. അപ്പോൾ നമ്മുടെ ഏട്ടനും നമ്മുടെ ഉസ്മാനും പാലക്കാട് അപ്പോ നമ്മളെ പ്രിയങ്കരനായ പെട്ടെന്ന് തന്നെ ഗജാണ ഇറങ്ങിക്കോട്ടെ. ഗജാണ് ടാറ്റ കൊടുത്ത് ഗജരാജ മണ്ണാടിയാര് വണ്ടി നോക്കാൻ അതിൻ്റെ ആവശ്യത്തിന് ഞാൻ വിളിക്കാം. ഇങ്ങനെ കൊല്ലം അങ്ങനെ ഷൊർണൂർ ജംഗ്ഷൻ എത്തി. അയ്യോ 1/2 മണിക്കൂറുണ്ട്. നമുക്ക് പോയിട്ടേ ഫുഡ് മേടിച്ച് കഴിക്കണ്ട, ഫുഡ് മേടിച്ച് വെച്ചേക്കാം. എന്നിട്ട് വണ്ടി ഇരുന്ന് കഴിക്കാം. വണ്ടി ഇരുന്ന് കഴിക്കാൻ നടക്കുന്നുണ്ടോ? എന്ത് എടാ, ട്രെയിൻ ഇവിടെ കിടപ്പുണ്ട്, വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ആ ഫുഡ് ഇവിടെ നിന്ന് കഴിക്കാം. അതാ ട്രെയിനിൽ നിന്ന് വാങ്ങണോ? ഇവിടെ കിട്ടുമോ നോക്കാം. ഇത് തന്നെ എന്തോ ഫ്രണ്ട്. ഞാൻ ഇതുവരെ ഷൊർണൂർ വന്നിട്ടില്ല. ഇല്ല, കണ്ണൂരാണെന്ന്. Shall we go? Shall we? ഓം ശാന്തി ഓമ. Shall we go? Shall we? Shall we? ആയോ നമ്മൾ ഒരു ഹോട്ടലിൽ കയറിട്ടാ. ഹോട്ടലിൽ കയറി നടന്നൊരു 3 ചിക്കൻ ബിരിയാണി പറഞ്ഞിട്ടുണ്ട്. ചിക്കൻ ബിരിയാണി നമ്മൾ കഴിക്കാനുള്ള സമയമില്ല. ട്രെയിൻ അപ്പോഴത്തേക്ക് ട്രെയിൻ പോകും. നമ്മൾ ഇവിടെ നിന്ന് മേടിച്ചിട്ട് ട്രെയിനിൽ നിന്ന് കഴിക്കുക. അതാ പരിപാടി. അതാണോ 3 ബിരിയാണി? ചിക്കൻ ബിരിയാണിയാണോ 3? ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ ചിക്കൻ ബിരിയാണി ഇട്ടിരുന്നു. നമ്മുടെ ട്രെയിൻ വന്നിട്ട് 6ാമത്തെ പ്ലാറ്റ്ഫോമിൽ കിടക്കുവാണ് കേട്ടോ. 2, 4, 5, 6. ഓക്കെ, ട്രെയിൻ കണ്ടു കേട്ടോ. ഞാൻ ട്രെയിൻ കയറട്ടെ. ഷൊർണൂരിൽ നിന്ന് നമ്മളൊരു 3 ബിരിയാണി മേടിച്ചായിരുന്നു കേട്ടോ. ക്വാളിറ്റി ഉണ്ടോ? ഭയങ്കര ഇഷ്ടം. 150 രൂപ. 2.5 പീസ് ചിക്കനും ഒരു 3 പിടി ചോറും. എന്താണ് ഹേ, എങ്ങനെയുണ്ട്? കൊള്ളൂല. ബിലോ ആവറേജ്. സാധനം ക്വാണ്ടിറ്റി കുറവാണ്. അതെ, ഭയങ്കര കുറവാണ്. 150 രൂപയ്ക്ക് നഷ്ടം. 150 രൂപയ്ക്ക് വന്ന നഷ്ടമാണ്. എന്നാലും നമ്മൾ വിശപ്പിന് ആരും കഴിച്ചേ പറ്റും. കഴിക്കട്ടെ. ചാർജർ നിൻ്റെ അല്ലല്ലേ? ഇറങ്ങിപ്പോടാ. കൊല്ലം ആണോ? എന്നാക്കി നാളെ നമ്മൾ ആചേര സ്ഥലം എത്തി കേട്ടാ. കൊല്ലം എത്തി. അങ്ങനെ യാത്രയാകട്ടെ. ആ പോട്ടുമാ പോ. ഓ പിന്നെ സീറ്റില്ല. നീ അങ്ങ് പറ. ഓ എന്താ പൊക്കം കൂടിയാ? എന്താ പ്ലാറ്റ്ഫോം താന്നു പോയാ? അപ്പോൾ പോയിച്ചോ. വീണ്ടും വീട്ടിൽ പോയിട്ടേ കഴിക്കോളാം. അല്ല ജിമ്മി കയറേ. മതി. ശരി എന്നാ.
ഓ അങ്ങനെ സുഹൃത്തുക്കളെ, എൻ്റെ നാടായ വർക്കല ശിവഗിരിയിൽ എത്തിയിരിക്കുകയാണ്. ഇതിപ്പോൾ അപ്പുറത്തെ സൈഡ് ട്രെയിൻ നിർത്തിയിട്ടിരിക്കുവാണ്. ഇതിപ്പോൾ എനിക്ക് അപ്പുറത്താണ് എൻ്റെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് ഞാൻ ഇനി അപ്പുറം ചാടണമെങ്കിൽ ഒന്നുകിൽ ഏറ്റവും ബാക്കിൽ പോകണം, ഇല്ലെങ്കിൽ ഏറ്റവും ഫ്രണ്ടിൽ വരണം. സംഭവം ഇതിൻ്റെ സെൻട്രലായിട്ട് വരും എൻ്റെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലം. ഈ ട്രെയിൻ കിടന്നുകൊണ്ട് ഇങ്ങ് അറ്റം വരെ നടന്നു വന്നു, ഇല്ലെങ്കിൽ അങ്ങ് അറ്റത്തും ചാടാറില്ലായിരുന്നു. അയ്യോ, ഇനി എനിക്ക് അങ്ങ് അറ്റം പോകണം. കുഴപ്പമില്ല, ഇത്ര നേരം ഇരുന്നും കിടന്നൊക്കെ വന്നില്ലേ. എന്തായാലും അത് അടയ്ക്കുന്നതിന് മുമ്പ് എത്തിയേട്ടാ. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യുകയാണ്. ക്യാമറയിൽ ചാർജ് തീരെ കുറവാണ്. നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ വരാം. അതുവരെ ബൈ.